നമ്മളിവിടെ കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞ ആ വിഷയം, ഇതിനെക്കുറിച്ച് കണ്ടിരുന്നോ? ഈ സംഭവം കണ്ടിരുന്നോ? റോട്ടിലെ നിസ്കാരം. സ്ത്രീ പാലക്കാട് കണ്ടിരുന്നു. എന്താണ് നിങ്ങൾ നമ്മുടെ അല്ല എന്താണ് നിങ്ങൾ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ ഇതിനെക്കുറിച്ചൊന്നും പറയാത്ത? ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളായ ഞങ്ങൾ ഇതിനെ കുറിച്ച് പറയാൻ പാടില്ലല്ലോ. ഞങ്ങൾ അവിടെ എപ്സ്റ്റീൻ ഫയൽസിൽ പലതുണ്ട്, അതൊക്കെ നോക്കാൻ പോയില്ലേ. ആദ്യമായിട്ട് ഞാൻ നോക്കിയത് ആരിഫ് എപ്സ്റ്റീൻ ഫയൽസിലുണ്ടോന്നാണ്. ആരിഫിന്റെ മൊസാദിന്റെ ഒരു ഇരുപ്പ് വശം വെച്ച് നമുക്ക് സംശയിക്കാം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാനും നോക്കി. അല്ല ഞാനും നോക്കി. ഞാൻ എൻ്റെ പേര് മൂപ്പരല്ല, ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെ പേരിലും ഓരോ ഇമെയിൽ അയക്കുക. ഇതാണല്ലോ പുള്ളിയുടെ പണി. അല്ല ഇനിയിപ്പോ ഇല്ലാത്തവരൊക്കെ വിചാരിക്കണം, നമ്മൾ തീരെ പ്രധാനപ്പെട്ട ആൾക്കാരല്ല, നമ്മളിതിൽ വന്നിട്ടില്ല. പ്രധാനപ്പെട്ട ആളാണോ അല്ലയോ എന്ന് അറിയാനുള്ള വഴിയാണത്. അതെ. അപ്പം നമ്മളുടെ ഈ താത്ത റോഡിൽ നിന്ന് നിസ്കരിക്കാനുണ്ടായ ഒരു സാഹചര്യം, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് അതിനെക്കുറിച്ച് അറിയാം? അത് നമ്മൾ തുടക്കത്തിൽ കണ്ടപ്പം തോന്നിയത് നമ്മുടെ എന്ത് പ്രശ്നമാണ് സജി, മറ്റേ പരിപാടിയാണെന്ന് വിചാരിച്ച്. ഓക്കെ, സ്വാഭാവികം കൺഫർമേഷൻ ബയസ് നമുക്ക് ഉണ്ടാവാലോ. റോട്ടിൽ നിസ്കരിച്ച് പെട്ടി ഷോ ആണെന്ന് വിചാരിച്ചു. പിന്നെയാണ് അതിൻ്റെ ബാക്ക് സ്റ്റോറി ഒക്കെ വായിക്കുന്നത്. അപ്പോൾ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു, അവർക്ക് ക്യാൻസർ ആയിരുന്നു. ഭർത്താവ് ചികിത്സയിലായിരുന്നപ്പോൾ തന്നെ അവരുടെ ഭർത്താവിൻ്റെ പാരമ്പര്യ സ്വത്ത് അവരുടെ സഹോദരങ്ങൾ എടുത്തു വിൽക്കുകയാണ് ഉണ്ടായത്, ഇവരോട് അന്വേഷിക്കാതെ. എന്നിട്ട് ഇവർക്ക് കൊടുക്കേണ്ട ഓഹരിയൊന്നും കൊടുക്കാതെ അപ്പം തന്നെ അവർ അങ്ങനെ അത് കൈമാറ്റം ചെയ്തു ഉണ്ടായി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെടുന്നതോടുകൂടി പിന്നെ നമ്മുടെ ശരിയാ പ്രകാരം ഈ സ്ത്രീക്കും അവരുടെ കുട്ടികൾക്കും യാതൊരു അവകാശവും ഇല്ല എന്നുള്ള രീതിയിൽ വരികയാണ്. അതാണല്ലോ നിയമം. അപ്പോൾ അവരതിനെതിരെ ഫൈറ്റ് ചെയ്തപ്പം 15 ലക്ഷം മറ്റോ ആണ് അവരുടെ ആ ഒരു സ്ഥലം വിറ്റതെന്ന് അവർക്ക് പെർസെൻറ്റ് കിട്ടേണ്ടത്. പക്ഷെ അതിന് പകരം 3 ലക്ഷം, അതിൽ വളരെ തുച്ഛമായ പൈസ കൊടുത്തിട്ട് തീർപ്പാക്കി. അതാണ് മഹല്ല് കമ്മിറ്റിക്കാരൊക്കെ വലിയ ഔദാര്യം പോലെ എന്തോ നക്കാപ്പീച്ച കൊടുത്തിട്ട് അവരെ ഒഴിവാക്കാനാണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ആ സ്ത്രീക്ക് അറിയാവുന്ന പ്രതിഷേധം അതായിരുന്നു, നിസ്കരിക്കുക എന്നുള്ളത്. എനിക്കത് വളരെ ഒരു നോവൽ ആൻഡ് അട്രാക്റ്റീവ് പ്രതിഷേധമായിട്ട് തോന്നി. കാരണം മതമാണല്ലോ അവർ ആ സ്ഥിതിയിൽ എത്തിച്ചത്. അപ്പം അത് പ്രതിഷേധിക്കേണ്ട രീതി അത് തന്നെയാണ്. ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടിട്ട് നമുക്ക് കൈയടിക്കാൻ തോന്നിയിട്ടുണ്ട്, ആകെ ഒരു അവസരം ഉണ്ടായിട്ടുള്ളൂ, അത് ഇവർ റോട്ടിൽ വന്ന് നിസ്കരിച്ചപ്പോഴാണ്. പക്ഷേ ഈ സാധനം ഇപ്പോൾ പറഞ്ഞ മാതിരി എന്താണ്, ഇത് ആദ്യം കാണുമ്പോൾ ഇത് പട്ടി ഷോ ആണെന്ന് തോന്നിയവരുണ്ട്. ഞാൻ ഈ വാർത്ത ആദ്യം കണ്ടത് ജനം ടി വിയുടെ ഫീഡിലാണ്, ഫേസ്ബുക്ക്. അതിൽ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ കമൻറ്റാണ്. അത് നമ്മുടെ നൂർ അബ്ദുലിൻ്റെ കമൻറ്റ് തന്നെയാണ്. അതിങ്ങനെയായിരുന്നു, ഇത് ജനം ടി വി ആളിറക്കി ചെയ്യിച്ചതായിരിക്കുന്നു. ഓക്കെ, ഇതാണ് കാലത്തിൻ്റെ വികൃതി എന്നൊക്കെ പറയുന്ന മാതിരി. അവസാനം ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഗതി വന്നു, ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ പിങ്കി പറഞ്ഞ മാതിരിയാണ് എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗം കൂടുതൽ വ്യക്തമായി വന്നപ്പോൾ അത് ഏറ്റെടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സമാനമായ പ്രശ്നം തൻ്റെ കുടുംബത്തിലുണ്ട് എന്നറിയുന്ന ഒരവസ്ഥ വന്ന് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ നൂർ അബ്ദുൾ എഴുതുന്ന പോസ്റ്റ്, ഇത് അന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ല, പിന്നീടാണ് ഇത് അറിയണത്. അപ്പോൾ ആ പോസ്റ്റ് ഇങ്ങനെയാണ്, വളരെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നൂർ അബ്ദുൾ എഴുതുന്നത് ഇതാണ്, ഞാനൊന്ന് വായിക്കാം. ഓക്കെ, എൻ്റെ സഹോദരിയുടെ പ്രശ്നവും ചർച്ചയാവണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഷേധം വേണ്ടിവരും. വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ ഭർത്താവ് പെട്ടെന്ന് മരിക്കുന്നു. കുടുംബം നോക്കി നടത്തിയ അയാൾക്ക് സ്വകാര്യ സ്വത്ത് ഒന്നുമില്ലായിരുന്നു. കുടുംബ വീട്ടിലാണ് താമസിച്ചത്. അത് കാണിച്ചാണ് വിവാഹം കഴിച്ചത്. ഇളയ മകൻ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നോക്കി നടത്തി സഹോദരിമാരുടെ വിവാഹം നടത്തി. മാതാപിതാക്കളുടെ സംരക്ഷണം, സഹോദരിമാരുടെ വിവാഹശേഷമുള്ള ചടങ്ങുകൾ, ചെലവുകൾ എല്ലാം ചെയ്തു. എൻ്റെ സഹോദരിക്ക് കൊടുത്ത 35 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും 2001, അതായത് ആ വർഷം സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ വന്ന ബാധ്യതകൾ തീർക്കാനെടുത്തു. 3 പെൺകുഞ്ഞുങ്ങളായി. ഇളയ കുട്ടിക്ക് 1 വയസ്സാകുന്നതിന് മുൻപ് മരണപ്പെട്ടു. 3 പെൺകുട്ടികളാണ്. നശോന്മുഖമായ പഴയ വീടും 90 വയസ്സായ ഭർത്തൃപിതാവും കുടുംബ വീട് മാതാവിൻ്റെ പേരിൽ വളരെ നേരത്തെ തന്നെ ഇദ്ദേഹം രജിസ്റ്റർ ചെയ്ത് നടത്തിയിരുന്നു.
അവർ ജീവിച്ചിരിക്കെ മകൻ മരണപ്പെട്ടതുകൊണ്ട് ഇസ്ലാമിക നിയമപ്രകാരം എൻ്റെ സഹോദരിക്കോ അവളുടെ കുട്ടികൾക്കോ അവകാശമില്ല. 18 വർഷമായി അവൾ അവിടെ നരകജീവിതം നയിക്കുന്നു. 3 കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിത ചെലവ്, വിവാഹം എത്രയോ ബുദ്ധിമുട്ടി ആണ് ദിവസവും കടന്നു പോകുന്നത്. വാർദ്ധക്യ സഹജമായ അവശതകളെല്ലാം ഈ അടുത്ത് ഒരു ആക്സിഡൻറ്റ് മൂലം കൂടുതൽ ബുദ്ധിമുട്ടിലായ ഈ ഭർതൃപിതാവിൻ്റെ മരണശേഷം ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് അത് വിറ്റ് ബാക്കിയുള്ളവർക്ക് വീതം വെച്ചെടുക്കാനാണ് അവർ കാത്തിരിക്കുന്നത്. ഈ അനാഥ കുട്ടികളുടെ കാര്യത്തിൽ, അശരണരായ ഈ വിധവയുടെ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ നിയമം എങ്ങനെയാണ് ഇവരോട് നീതി കാണിക്കുക? ഇതാണ് സംഗതി. അപ്പോൾ ആദ്യമേ തന്നെ പറയാണ്, ഈ സ്ത്രീയുടെ നിസ്കാരം കണ്ടപ്പോൾ നമ്മളാരും അത് സുഡാപ്പികളുടെ അംഗമാണെന്നൊന്നും നമ്മളെവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ തോന്നിയില്ല, ഉള്ള കാര്യം പറയാമല്ലോ. കുത്തിത്തിരിപ്പാണെന്ന് നമ്മൾ നോക്കിയിട്ട് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളൊരു അന്വേഷണം തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വാർത്ത വരുന്നു, ഇതാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു വരുന്നു. പക്ഷേ ഇതിനു മുന്നേ തന്നെ ഇവരെ പോലുള്ള ആളുകൾ ഉടനെ ഇത് സുഡാപ്പികളാണ്, ഇവരെന്താണോ നമ്മളെ മേലേക്ക് ആരോപിക്കുന്നത് സത്യത്തിൽ ഇതെല്ലാം അവർക്കാണുള്ളത് എന്ന് ആദ്യമേ നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് ഇതിൻ്റെ സത്യാവസ്ഥ വരാൻ കാത്തിരിക്കാതെ ഈ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ട ഒരവസ്ഥ അവർക്ക് തന്നെ വരികയും പിന്നെ വന്നപ്പോൾ എന്തായി, ഇതുപോലെ പോസ്റ്റ് ഇടുന്ന അവസ്ഥ. ഇനി ഈ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വന്നു, നമ്മളിത് കണ്ടില്ല ഒരു വശത്ത്. പക്ഷേ ഇത് കണ്ട ആളുകളിൽ ഒരു പ്രമുഖനായ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ജംഗ്ഷൻ കാക്ക എന്ന് നമ്മൾ വിളിക്കാറുള്ള നമ്മളുടെ അനിൽ മുഹമ്മദ്. ഇദ്ദേഹം ഇത് എടുത്തിട്ട് ഒരു മാന്യമായ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഉള്ളത് പറയണമല്ലോ, ആ ചിരി ഇതിനകത്തുണ്ട് കേട്ടോ, അതില്ലാതൊരു വീഡിയോ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടാലോ, എന്നിട്ട് നമുക്ക് ബാക്കി പറയുന്നതായിരിക്കും നല്ലത് അല്ലേ? യെസ്, അപ്പോൾ അത് കാണാം. നൂർ അബ്ദുൽ എന്ന് പറയുന്ന ഒരു സഹോദരി ഒരു നിരീശ്വരവാദിയാണ്. പക്ഷേ ഒരു ഇസ്ലാം വിരോധവാദിയോ അല്ലെങ്കിൽ സംഘീവാദിയോ അത്തരത്തിലുള്ള ഒരാളല്ല. അവർ അവരുടെ വിശ്വാസമില്ലായ്മ തുറന്നെഴുതുമ്പോഴും അതിനപ്പുറത്ത് ഈ ആരിഫിനെ പോലെയോ രവിചന്ദ്രനെ പോലെയോ ഒന്നും ഒരു പ്രത്യേകമായ കണ്ണുകളിലൂടെ ഇസ്ലാം മതത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാനോ അവർ മുതിരാറില്ല. എന്നാൽ അവരുടെ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കാറുമുണ്ട്. അവരുടെ ഒരു പോസ്റ്റ് കാണാനിടയായി. ആ പോസ്റ്റ് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നതാണ്. 2-3 പേർ അയച്ചു തന്നു. എൻ്റെ സഹോദരിയുടെ പ്രശ്നവും ചർച്ചയാവണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഷേധം വേണ്ടിവരും. എങ്ങനെയുള്ള പ്രതിഷേധം എന്ന് ചോദിച്ചാൽ, ആ കൊല്ലങ്കോട് ഉള്ള ഒരു സ്ത്രീയോ മറ്റോ ആ പാലക്കാട് റോഡിൻ്റെ നടുവിൽ വന്ന് നിന്ന് നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു പ്രതിഷേധ രീതിയാണ് അവർ പരാമർശിക്കുന്നത്. വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ ഭർത്താവ് പെട്ടെന്ന് മരിക്കുന്നു. കുടുംബം നോക്കി നടത്തിയ അയാൾക്ക് സ്വകാര്യ സ്വത്തൊന്നുമില്ലായിരുന്നു. കുടുംബ വീട്ടിലാണ് താമസിച്ചത്. അത് കാണിച്ചാണ് വിവാഹം കഴിച്ചത്. ഇളയ മകൻ കുടുംബത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്വവും നോക്കി നടത്തി സഹോദരിമാരുടെ വിവാഹം നടത്തി. മാതാപിതാക്കളുടെ സംരക്ഷണം, സഹോദരിമാരുടെ വിവാഹശേഷമുള്ള ചടങ്ങുകൾ, ചെലവുകളെല്ലാം ചെയ്തു. എൻ്റെ സഹോദരിക്ക് കൊടുത്ത 35 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും സഹോദരിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ വന്ന ബാധ്യതകൾ തീർക്കാനെടുത്തു. 3 പെൺകുഞ്ഞുങ്ങളായി. ഇളയ കുട്ടിക്ക് 1 വയസ്സാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു. നാശോന്മുഖമായ പഴയ വീടും 90 വയസ്സായ ഭർത്തൃപിതാവും കുടുംബ വീട് മാതാവിൻ്റെ പേരിൽ വളരെ നേരത്തെ തന്നെ ഇദ്ദേഹം രജിസ്റ്റർ നടത്തിയിരുന്നു. അവർ ജീവിച്ചിരിക്കെ മകൻ മരണപ്പെട്ടതുകൊണ്ട് ഇസ്ലാമിക പ്രകാരം എൻ്റെ സഹോദരിക്കോ അവളുടെ കുട്ടികൾക്കോ അവകാശമില്ല. 18 വർഷമായി അവൾ അവിടെ നരക ജീവിതം നയിക്കുന്നു. 3 കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിത ചെലവ്, വിവാഹം എത്രയോ ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. വാർദ്ധക്യ സഹജമായ അവശതകളാലും ഈ അടുത്തൊരു ആക്സിഡന്റ് മൂലവും ബുദ്ധിമുട്ടിലായ ഈ ഭർത്തൃപിതാവിൻ്റെ മരണശേഷം ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് അത് വിറ്റ് ബാക്കിയുള്ളവർ വീതം വെച്ചെടുക്കാനാണ് അവർ കാത്തിരിക്കുന്നത്. ഈ അനാഥ കുട്ടികളുടെ കാര്യത്തിൽ, അശരണരായ ഈ വിധവയുടെ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ നിയമം എങ്ങനെയാണ് ഇവരോട് നീതി കാണിക്കുക? ഇതാണ് അവരുടെ ചോദ്യം. അവരവരുടെ വ്യക്തിപരമായ ഒരു വൈകാരിക വിഷയത്തെ ഗൗരവമായി പറഞ്ഞതാണ്. അതിൽ ഏത് സ്ഥലമാണെന്നും ഏത് മഹലിൻ്റെ കീഴിലാണ് ഇത് വരുന്നതെന്നൊന്നും വ്യക്തമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൻ്റെ പോസ്റ്റിൻ്റെ താഴെ വരുന്ന തെറി മുഴുവൻ ഇസ്ലാമോഫോബിയയുടെ, ഇസ്ലാമത വിരോധികളുടെ ഒരു കടന്നാക്രമണമാണ് ഇതിനകത്ത് നടക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, ഇസ്ലാമത വിധി പ്രകാരം ഉമ്മയ്ക്കും അതുപോലെ തന്നെ പാരമ്പര്യ സ്വത്തിന് അവകാശം പെൺമക്കൾക്കും ഒക്കെ ഉണ്ട് എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് കാലത്തിന് മുമ്പ് പ്രഖ്യാപിച്ച വളരെ മനോഹരമായ ഒരു അനന്തരാവകാശ പ്രഖ്യാപനം നടത്തിയ മതമാണ് ഇസ്ലാം മതം. അതിനകത്ത് നമ്മൾ ഏത് മതത്തിൻ്റെയും നിയമങ്ങളെ നിയമപരമായ അതിൻ്റെ പരിപ്രേക്ഷ്യത്തിലും വൈകാരികമായും 2 രീതിയിൽ സമീപിക്കാം. വൈകാരികതയ്ക്ക് വലിയ പ്രാധാന്യമില്ല, നിയമത്തിനാണ് പ്രാധാന്യം.
എന്നാൽ മറ്റൊരു ആംഗിളിൽ നോക്കുമ്പോൾ വൈകാരികതയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുമാവില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ കൊലപാതകം നടക്കുന്നു, പ്രതിയെ വെറുതെ വിടുന്നു. എങ്ങനെയാണ് പ്രതിയെ വെറുതെ വിടുന്നത്? ആ പ്രതിയെ വിടുന്നതിൻ്റെ കാരണം ആ നിയമത്തിൻ്റെ തെളിവുകളുടെ ഫ്രെയിം വെച്ച്, ഈ രാജ്യത്തിൻ്റെ നിയമം വെച്ച് നോക്കുമ്പോൾ അയാൾ കുറ്റവാളിയാണെന്ന് തോന്നിയില്ല, അയാളെ വിട്ടു എന്ന് വിചാരിച്ച് അയാൾ തന്നെയാണ് ചെയ്തത് എന്നുള്ളത് ഒരു വാസ്തവമായ സത്യവുമാണ്. ഇസ്ലാം മതത്തിൻ്റെ വിധിപ്രകാരം ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്വത്തിൻ്റെ അവകാശം അയാൾ തീരുമാനിക്കുന്നത് അയാളുടെ മാത്രം ബാധ്യതയാണ്. അത് ആർക്കൊക്കെ എഴുതി കൊടുക്കണമെന്നും എങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ ഉടമസ്ഥാവകാശം അയാളിൽ തന്നെ നിക്ഷിപ്തമാണ്. അയാൾക്ക് ആ സന്ദർഭത്തിൽ മരണത്തിന് മുമ്പ് ആർക്ക് വേണമെങ്കിലും എഴുതി വെക്കാം. പെൺമക്കൾക്കും മക്കൾക്കും എല്ലാം തുല്യമായി എഴുതി വെക്കാം. അവർക്ക് സവിശേഷമായി എന്തെങ്കിലും തരത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് അദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ ബാക്കി അനന്തരാവകാശ നിയമം അതിൻ്റെ ഉടമസ്ഥൻ ഇല്ലാതാകുമ്പോഴാണ് പിന്നെ നിയമം അപ്ലൈ ചെയ്യപ്പെടുക. ഇപ്പം ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഭർതൃപിതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മുഴുവൻ സ്വത്തുക്കളും എഴുതി വെച്ചത് തന്നെ ഒരു ശരിയായ തീരുമാനമായിരുന്നില്ല. യഥാർത്ഥത്തിൽ അയാളുടെ സ്വത്താണെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഓഹരി വെക്കണമായിരുന്നു, ബാക്കിയുള്ളത് മക്കൾക്കെല്ലാം പങ്കുവെക്കണമായിരുന്നു. ഇത്രയും പറഞ്ഞത് എന്താണ് പറയാനുള്ളത്? എന്നിട്ട് ബാക്കി. ഓക്കെ, ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്, വൈകാരികമായിട്ടും നിയമപരമായിട്ടും ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് സമീപിക്കുക. നിയമം എന്ന് പറഞ്ഞാൽ നിയമമാണ്, വൈകാരിക അതെന്താണ്, അത് ആർഗ്യുമെന്റ് തന്നെ തെറ്റാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ആക്ച്വലി അത് കറക്റ്റ് അല്ല. കാരണം ഈ നൂറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ സഹോദരിയുടെ ഭർത്താവിന് അവർക്ക് ആ സ്വത്ത് ഉണ്ടായിരുന്നില്ല, അവരുടെ ഗ്രാൻഡ് പാരൻസിന്റെ സ്വത്താണത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഈ നിയമപ്രകാരം ഗ്രാൻഡ് പാരൻസിന് സ്വത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബ്ലഡ് ലൈൻ, അതായത് ഫാദർ മരിക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രൻ ആർ ഓർഫൻസ്, അവർക്ക് ദേ ഹാവ് നോ ക്ലെയിം ടു ദാറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ എഴുതി വെക്കണം എന്ന് ആരോടാണ് ഇദ്ദേഹം പറയുന്നത്? കാരണം ഈ കുട്ടികളുടെ ഫാദറിന് സ്വത്ത് ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഫാദറാണ് ഇളയ മകനായിട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി. എന്ത് പ്രതീക്ഷയിൽ? ആ സ്വത്ത് പിന്നീട് അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇളയ മകനായ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അതിൻ്റെ കർത്തവ്യങ്ങളൊക്കെ. അപ്പോൾ ആ പോയിന്റ് തന്നെ തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ. ഇനി ഇതിൽ ഇദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലോ, കൊലപാതകം നടത്തുന്നു, അപ്പോൾ അയാൾ തന്നെ ആയിരിക്കാം, പക്ഷെ നിയമത്തിൻ്റെ മുന്നിൽ അയാൾ ചെയ്തതായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് വെറുതെ വിടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ വെറുതെ വിടാറ്? അങ്ങനെ ആരെങ്കിലും വെറുതെ വിടുന്നുണ്ടോ? ഇല്ല, തെളിവുകൾ ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. തെളിവില്ലെങ്കിൽ വിടും. അപ്പം അതിൻ്റെ അർത്ഥം തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ ആ ഉദാഹരണം ഇവിടെ ചിലവാവില്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു ദൈവികമായ ഒരു ഇൻസ്ട്രക്ഷൻ നിലനിൽക്കുന്ന ഒരു സാധനമാണ്. ഇസ്ലാമിലെ സ്വത്തവകാശം എന്ന് പറയുന്നത് ഖുർആനിലൂടെ പഠിപ്പിച്ച് ഇസ്ലാമിൽ അത് ഒരു വലിയ സംഭവമാക്കി അവതരിപ്പിക്കപ്പെട്ട്, പിന്നെ ഇങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ, ഇതിന് മുന്നേ ഇല്ലാത്ത സാധനം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇസ്ലാമാണെന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നൊരു സാധനം. അത് പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ. അതിൽ ഒരു കുറവുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഇതിൻ്റെ ദൈവികതയാണ് പൊളിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മളിവിടെ ഇന്ത്യൻ നിയമത്തിൽ എഴുതി വെച്ച സാധനമാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. പക്ഷേ അതിന് തെളിവുകൾ വേണം. അപ്പോൾ അതൊരു ക്രിമിനൽ പ്രൊസീഡിങ്സ് ആണ്. അതിൽ തെളിവുകൾ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വിഷയമാണ്. സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ എവിടെയാണ് ഈ തെളിവിൻ്റെ ഒരു ഘടകം വരുന്നത്? ആ സാധനത്തെയാണ് ഇവിടെ ഒളിപ്പിച്ച്, അല്ലെങ്കിൽ അത് കണക്കിലെടുക്കാതെ അത് ഒരു നിയമം എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്തുകൊണ്ട് അതിനകത്തൊരു ഒഴിവ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ എന്തായാലും ഇതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഈ വിഷയം ഏറ്റെടുത്തതിൽ, നമ്മൾ എടുക്കുന്നതിനേക്കാളൊക്കെ മുന്നേ തന്നെ ഇത് ഏറ്റെടുത്തതിൽ അനിൽ മോഹനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ വേഷം അത് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൂപ്പരും ഡെനിം ജാക്കറ്റ് ഇട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത്. ഇനിയിപ്പോ ഇങ്ങനെ പറയാം, നമ്മൾ മൂപ്പരായിട്ട് മാച്ച് ആക്കിയാന്ന് പറയല്ലേ. സത്യം അതാണല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ അത്രയും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഇതാണ് ഇതിലെ കാര്യം. ഇനി ഇവിടെ പറഞ്ഞ കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത് ഗ്രാൻഡ് പാരൻസിൻ്റെ പേരിൽ എഴുതി വെക്കുകയല്ല ചെയ്തത്, അവർക്ക് അങ്ങ് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അത് പേരിലാക്കി കൊടുത്തു. ഓക്കെ, ഇവിടെ ഇദ്ദേഹം പറഞ്ഞ എന്താണ്, എഴുതി വെക്കാം എന്നാണ് പറഞ്ഞത്. വിൽ എഴുതി വെക്കുക എന്ന് പറയുന്നൊരു രീതി വിൽ ഇസ്ലാമിൽ നിലനിൽക്കില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. വിൽ ഇസ്ലാമിൽ നിലനിൽക്കുമെന്ന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷുക്കൂർ വക്കീലിന് വില്ല് എഴുതി വെച്ചാൽ പോരെ. എന്തിനാണ് രണ്ടാമത് കല്യാണം കഴിക്കേണ്ട കാര്യമുള്ളത്?
കാരണം മുസ്ലിം വ്യക്തി നിയമം പ്രകാരം, ശരിയ പ്രകാരം അവിടെ ബില്ലിന് പ്രസക്തിയില്ല. അവിടെ ഇസ്ലാമിലെ നിയമം എന്താണോ അതേ നടപ്പിലാവൂ. ആ ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണ് നിങ്ങളുടെ ബിൽ എന്നുണ്ടെങ്കിൽ അത് റദ്ദാക്കപ്പെടുകയും എന്താണോ ഇസ്ലാമിലെ നിയമം അത് നടപ്പിലാക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രശ്നം. ആ സാധനമാണ് ഇവിടെ ഇദ്ദേഹം അറിയാതെ പോകുന്നത്. അത് ഒന്നാമത്തെ പെശക്. ഇനി ഇതിനെ വൈകാരികമായിട്ട് നിയമപരമായിട്ട് വഴിയൊന്നുമില്ല എന്ന് ഇയാൾ തന്നെ സമ്മതിച്ചു. ഇനി വൈകാരികമായിട്ട് ഈ സാധനത്തിനെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. അതാണോ ഇതിൻ്റെ വഴി? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ. അല്ല, പിന്നെ ഞാൻ അത് ഇസ്ലാമിന്റെ പ്രശ്നമല്ല. ഓക്കെ, പിന്നെ പറയാം. അല്ല, ഞാൻ പറയായിരുന്നേ, അപ്പം വില്ല് എഴുതി വെക്കാന്ന് വെച്ചാൽ അത് മനുഷ്യൻ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് എഴുതി വെക്കാം. അപ്പൊ പിന്നെ ഈ ദൈവത്തിന്റെ ശരിയ നിയമത്തെ ഓവർറൈഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വില്ല് എഴുതുന്നത്. വില്ല് ഒക്കെ ഇസ്ലാമികമല്ല, അത് ഞാൻ അംഗീകരിക്കുന്നത്. ഇനി ഇസ്ലാമികമാണെങ്കിൽ തന്നെ എന്നാ പിന്നെ എന്തിനാണ് ഈ സ്വത്തവകാശ നിയമമൊക്കെ? എല്ലാവരും അവരവരുടെ വില്ല് എഴുതിയാ പോരെ? അതെ, അതൊരു പോയിന്റാണ്. അത് മറ്റൊരു പോയിന്റാണ്. ഓക്കെ. അത് ആ പിതാവും മകനും തമ്മിലുള്ള, അല്ലെങ്കിൽ ആ പിതാവിൻ്റെയും പിന്നെ ആ പറയുന്ന ആളുടെയും തീരുമാനത്തിൻ്റെ പ്രശ്നമാണ്. അതിനപ്പുറം അദ്ദേഹം എന്ത് ചെയ്തു? അത് ഉമ്മയ്ക്ക് എഴുതി വെച്ചു. ഇസ്ലാമിക സ്വത്തവകാശത്തിൽ ഒരു ഭർത്താവും സ്വത്ത് ഓൺ ചെയ്യരുത്, അതെല്ലാം ഭാര്യയ്ക്ക് എഴുതി വെക്കണം എന്ന് ഇസ്ലാം കൽപ്പിച്ചതല്ലല്ലോ, അത് അദ്ദേഹം ചെയ്തതാണ്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൽ എങ്ങനെയാണ്? രക്തബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ രക്തബന്ധത്തിലെ ഏറ്റവും അടുപ്പമുള്ള കണ്ണിക്കാണ് ഏറ്റവും പ്രാധാന്യം. അതൊക്കെ നിയമത്തിന്റെ സംഗതികളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോ എന്താ പറയുന്നത്, മകൻ പിന്നെ ജീവിച്ചിരി അതുണ്ടോ? ഇതെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ. നമ്മുടെ സ്വത്ത് ആർക്ക് പോണം എന്നുള്ളത് രക്തബന്ധത്തിൽ അതിലൊരു സ്ഥാനം ഉണ്ടാവാൻ പാടില്ല. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാള് അദ്ദേഹത്തിന് ഒരു ഫാമിലി ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഈസ് എ ഡിപ്പെൻഡന്റ് ഓഫ് ദിസ് പേഴ്സൺ എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യ ആണല്ലോ ഫസ്റ്റ് ഡിപ്പെൻഡന്റ് ആയിട്ട് വരിക. പക്ഷെ അതേസമയം അദ്ദേഹത്തിന് ഗൾഫിലുള്ള ഒരു ബ്രദർ ഉണ്ടെന്ന് വിചാരിക്കാം, നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു ബ്രദർ. അപ്പൊ അദ്ദേഹം മരിക്കുമ്പോൾ ഏത് ബ്ലഡ് റിലേഷൻ ആണ് കൂടുതൽ സ്ട്രോങ് എന്ന് നോക്കി അതിനാണോ കൊടുക്കേണ്ടത്? അതല്ലല്ലോ. ഡിപ്പെൻഡൻസി ആണ് നമ്മുടെ മേലെ ആരാണ് ഡിപ്പെൻഡന്റ് അവർക്കാണ് സ്വത്ത് പോകേണ്ടത്. അതിലല്ലാതെ ബ്ലഡ് ലൈൻ ഒന്നും നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ വിദ്യ പറയുന്നതിലുള്ളത്. അതായത് ഡിപ്പെൻഡൻസി എന്നുള്ള വാക്കിനേക്കാൾ ഉപരി നമ്മൾ ഉപയോഗിക്കേണ്ടത് എനിക്ക് തോന്നുന്നു അവകാശി, അവകാശമാർക്ക്. അതല്ല നമ്മൾ നോക്കേണ്ടത്. ആ അവകാശം നിശ്ചയിക്കുന്നത് എന്ത്? ഇതാണ് അവിടുത്തെ വിഷയം. അവകാശം നിശ്ചയിക്കുന്നത് ആ ബ്ലഡ് ലൈൻ മാത്രമാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് നിഷേധിക്കാൻ കാരണം ബ്ലഡ് ലൈൻ ആയി മാറുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൽ കൂടെ മറ്റൊന്നും കൂടിയുണ്ട്, സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതും കൂടി. അത് രണ്ടുമാണ് ഇവിടെ കടന്നു വരിക. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതൊന്ന് ബാക്കി ഇരിക്കുമ്പോൾ മകൻ മരണപ്പെട്ടാൽ ആ മകൻ്റെ സ്വത്തിന് ചെറുമക്കൾക്ക് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ അവിടെ വൈകാരികതയ്ക്കപ്പുറം അടുപ്പമുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ഏറ്റവും അടുപ്പമുള്ള രക്തബന്ധങ്ങളിലേക്കാണ് അതിൻ്റെ അവകാശം എത്തിച്ചേരുക. ചെറുമക്കളിലേക്ക് അത് വരുന്നില്ല. അത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഈ പറയുന്ന വൈകാരികത വെച്ച് ഒരു നിയമത്തെ നടപ്പിലാക്കാൻ കഴിയില്ല. എന്നാലോ ഇവർക്ക് ഈ പറയുന്ന ആളിന് അവരുടെ മകനോ മകളോ മരിച്ചുപോയെങ്കിലും ആ മകനോ മകളോ ജീവിച്ചിരിപ്പുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിൽ ഒരു വിഹിതം അദ്ദേഹത്തിന് കൊടുത്തിട്ട് ആ വിഹിതം തന്നെ ചെറുമക്കൾക്കും കൊടുക്കാം. അതിനെ ഇസ്ലാം നിരോധിക്കുന്നൊന്നുമില്ല. അങ്ങനെ ചെയ്തുകൂടാ, അത് തെറ്റാണ്, അത് ഹറാമാണ്, അങ്ങനെ ചെയ്തുകൂടാന്നൊന്നും പറയുന്നില്ല. ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ അവിടെ ഇത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് മറ്റേ വൈവയ്ക്ക് ഉത്തരം പറയണതാണ് ഓർമ്മ വന്നത്. ആരിഫ് പറയൂ, ഇസ്ലാമിലെ സ്വത്തവകാശം, അതായത് വല്ലിപ്പ ജീവിച്ചിരിക്കെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ് ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ ആ സ്വത്ത് ആ മകൻ്റെ മക്കൾക്ക് പോകുമോ ഇല്ലേ? ഇത് സംബന്ധിച്ച് ഇസ്ലാമിലെ നിയമം എന്ത്? ഇതാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ, ഒന്ന് കേട്ടോ. വൈകാരികതയ്ക്കപ്പുറം അടുപ്പമുള്ള കണ്ണിക്കാണ് ഏറ്റവും പ്രാധാന്യം. അതൊക്കെ നിയമത്തിൻ്റെ സംഗതികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുന്നത്, മകൻ പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരണപ്പെട്ടാൽ ആ മകൻ്റെ സ്വത്തിന് ചെറുമക്കൾക്ക് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ അവിടെ വൈകാരികതയ്ക്കപ്പുറം അടുപ്പമുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ഏറ്റവും അടുപ്പമുള്ള രക്തബന്ധങ്ങളിലേക്കാണ് അതിൻ്റെ അവകാശം എത്തിച്ചേരുക. ചെറുമക്കളിലേക്ക് അത് വരുന്നില്ല. അത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ
ഈ പറയുന്ന വൈകാരികത വെച്ച് ഒരു നിയമത്തെ നടപ്പിലാക്കാൻ കഴിയില്ല. എന്നാലോ ഇവർക്ക് ഈ പറയുന്ന ആളിന് അവരുടെ മകനോ മകളോ മരിച്ചുപോയെങ്കിലും ആ മകനോ മകളോ ജീവിച്ചിരിപ്പുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിൽ ഒരു വിഹിതം അദ്ദേഹത്തിന് കൊടുത്തിട്ട് ആ വിഹിതം തന്നെ ചെറുമക്കൾക്കും കൊടുക്കാം. ഇത് പുതിയ നിയമമാണ് സത്യം പറഞ്ഞാൽ. ഇത് അനിൽ മുഹമ്മദ് ഉണ്ടാക്കിയ നിയമമാണ്. ഇത് സോൾവ് ചെയ്യണം. അതായത് നൂറിൻ്റെ വിഷയം കേട്ടപ്പോൾ, അതല്ലെങ്കിൽ ഇപ്പോൾ ആ നടുറോട്ടിൽ നിന്ന് നിസ്കരിച്ച ആളുടെ പ്രശ്നം കേട്ടപ്പോൾ അനിൽ മുഹമ്മദിന് തന്നെ തോന്നുകയാണ് ഇതിലെന്തോ കുഴപ്പമുണ്ട്. നിയമം ഉണ്ടാവില്ലായിരിക്കാം, കാരണം അവിടെ ബ്ലഡ് ലൈനാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചെറുമക്കൾക്ക് പോകുന്നതിനേക്കാൾ മുന്നേ പോവുക മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇയാൾ പറയുന്നത് എന്താ, അങ്ങനെ ആയിരിക്കാം, പക്ഷേ അവിടെ വൈകാരികമായി ഇനി അഥവാ നിങ്ങൾ ചെറുമക്കൾക്ക് കൊടുത്താൽ അതിന് ഇസ്ലാം നിരോധിക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അതെ, ഇതൊന്നും അല്ല ആക്ച്വലി ഇതിന് റീസൺ ശരിക്കും ഇതൊന്നും അല്ലല്ലോ. ആരിഫ് പറഞ്ഞു റീസൺ അത് പറയാം. ഇതെന്തായാലും തീർത്തിട്ട് നമുക്ക് പറയാം. അതിനെ ഇസ്ലാം നിരോധിക്കുന്നൊന്നുമില്ല. അങ്ങനെ ചെയ്തുകൂടാ, അത് തെറ്റാണ്, അത് ഹറാമാണ്, അങ്ങനെ ചെയ്തുകൂടാന്നൊന്നും പറയുന്നില്ല. നിയമം പറയുമ്പോൾ അതിൻ്റെ നീതിയാണ് പറയേണ്ടത്. അതിന് പലപ്പോഴും വൈകാരികത ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇവിടെ ഈ വിഷയം തികച്ചും വൈകാരികമായ വിഷയമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് അതിലൊരു വിഹിതത്തിന് സ്വത്തിന് അവകാശമുണ്ട്, നിയമപരമായല്ല, മറിച്ച് ആ ഉത്തരവാദിത്വത്തിന്റെ പേരിൽ അതിനൊരു അവകാശമുണ്ട്. അത് ആ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം മഹല്ലുകാർക്കും. അങ്ങനെ ഒരു അവകാശം ഉണ്ടോ ഇസ്ലാം പ്രകാരം? അതില്ല. മാത്രമല്ല, ഇദ്ദേഹം എന്താണ് വൈകാരികം എന്ന് പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ചെറുമക്കൾക്ക് ഗ്രാൻഡ് പാരന്റ്സിന് സ്വത്തിന്റെ മുകളിലുള്ള അവകാശം എങ്ങനെ വൈകാരികമാകും? അത് നീതിപരമായിട്ടുള്ള ഒരു അവകാശമല്ലേ? അതെന്തുകൊണ്ട് അദ്ദേഹം വൈകാരികം? ഇസ്ലാമിൽ അത് ഇല്ലാന്നുള്ളതുകൊണ്ട് അങ്ങനെ അല്ല, ഇസ്ലാമിൽ ഇല്ലാത്തോണ്ട് അത് വെറുതെ വൈകാരികമാണെന്ന് പറയാണോ? സത്യസന്ധതയില് അതെ അദ്ദേഹം പറഞ്ഞേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഇവരുടെ നിവൃത്തികേടാണ്. അനിൽ മുഹമ്മദിന് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ പറയാൻ പറ്റുമോ? ഇത് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിന്റെ ഏറ്റവും വലിയ ന്യൂനതയാണത്. ചെറുമക്കൾക്ക്, ഗ്രാൻഡ് ചിൽഡ്രന് അവരുടെ സ്വത്ത് ലഭിക്കില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇതൊരു ന്യൂനതയാണ്, ഇസ്ലാമിലെ നിയമത്തിന്റെ പ്രശ്നമാണ്. ഓക്കെ, ബാക്കി അതുപോലെ തന്നെ അവിടുത്തെ വിശ്വാസികൾക്കും ഒക്കെയുണ്ട്, പൊതുസമൂഹത്തിനും ബാധ്യതയുണ്ട്. ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനാവശ്യമായ സമ്പത്ത് കണ്ടെത്തി അവർ ഈ ഉപ്പ മരിച്ചു പോയതുകൊണ്ട് യത്തീമായി പോകുന്ന ആ കുഞ്ഞുങ്ങളെ അനാഥമാക്കരുത് എന്ന ബാധ്യത ഈ എന്തോ ആസൂത്രിതമായ ഭാവത്തിൽ ഇപ്പം ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആ മകൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ബാക്കി ആളുകളുടെ ഈ പറഞ്ഞ വളരെ കലുഷിതമായ, വളരെ ക്രൂരമായ മനസ്സിനപ്പുറത്ത് ശരി ചെയ്യാൻ ഇസ്ലാം പ്രേരിപ്പിക്കുന്നുണ്ട്. അത് ബാധ്യതയാണ്. ഇത് വായിച്ച എൻ്റെ ബാധ്യതയാണ്. ഇപ്പം ഈ കുട്ടികൾ എന്ത് കോഴ്സിനാണ് പഠിക്കുന്നത്? അവർക്ക് ഫീസ് കൊടുക്കുന്നതിന് അല്ല, അതെങ്ങനെയാണ് അവരുടെ ബാധ്യതയാവുക? അവർ ഇസ്ലാമല്ലേ ഫോളോ ചെയ്തത്? അവര് മാത്രമല്ല, അവര് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ ഇസ്ലാമിന് ഉപരിയായിട്ട് അവരുടെ എന്തോ ഒരു മാനവികത കാരണം അവര് സഹായിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ ഇസ്ലാമിൽ ഒരു പങ്കുമില്ല. അത് ഇസ്ലാമിക സ്വത്ത് ഇസ്ലാമിക വിരുദ്ധാണ്. ഇസ്ലാമിന്റെ നിയമം ചാരിറ്റബിൾ ആൻഡ് ദേ ട്രൈ ടു ഹെൽപ്പ് ഔട്ട് സംബഡി. പിന്നെ മാത്രമല്ല ഇയാള് മാത്രല്ല ഇയാള് പറയണതില് വേറെയും പ്രശ്നങ്ങളുണ്ടല്ലോ. കാരണം നമുക്ക് അവകാശപ്പെട്ട ഒരു സാധനം പിന്നെ മഹല്ല് കമ്മിറ്റിയും അവിടുത്തെ ആൾക്കാരും നാട്ടുകാരും എല്ലാരും കൂടി ചേർന്നിട്ട് സഹായിക്കണം എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ ഒരു അവസ്ഥ അല്ല. ഒന്നാമത് അവരുടെ ഫാദർ മരണപ്പെട്ടു, അവര് വളരെ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, അവര് ഈ ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ട് ഒരു ഔദാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെ മുന്നിലും കൈനീട്ടി നിൽക്കണം എന്നാണോ പറയുന്നത്? ഇസ്ലാമിന്റെ കാര്യമാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ല. അല്ല, ഇതിലെ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഇസ്ലാമിക നിയമം പാലിച്ച ആ വീട്ടുകാരെ ക്രൂരരെന്നും അങ്ങനെ എന്തെല്ലാം മോശം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ശരിയാണോ? ഇസ്ലാമിക നിയമമല്ലേ അവർ പാലിച്ചിട്ടുള്ളൂ, അതിനെന്തിനാണ് അവരെ ചീത്ത വിളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. അത് ശരിയല്ല, അത് ശരിയല്ല. ഓക്കെ, ബാക്കി മാർഗം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിന്റെ വ്യക്തമായി പറഞ്ഞാൽ ഞാനും അതിൽ ഇടപെടും. ആ മഹലിലുള്ളവർ ഇടപെടണം, ആ ബന്ധുക്കളായ ആളുകൾ ഇടപെടണം. ഇവർക്ക് നീതി കിട്ടുന്നതിന് ആവശ്യമായ ഇടപെടലാണ് നടത്തേണ്ടത്. നിയമത്തെ അങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ പിന്നെ ആ നിയമത്തിന്റെ പഴുതിലൂടെ അർഹതയില്ലാത്തവരും ചിലപ്പോൾ ഇത് വാങ്ങിയെടുക്കും. ഇപ്പോൾ ഒരു ഉപ്പയുടെ സ്വത്ത് മകൻ മരണപ്പെട്ടു പോയി, കൊച്ചുമക്കൾ ആർക്കും ഇതുമായി ഒരു വൈകാരികമായ ബന്ധവുമില്ല, ഇവരെ ആരെയും നോക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം പറയാം. 3 ആൺമക്കളുണ്ട് ഒരു പിതാവിന്.
ആ 3 ആൺമക്കളിൽ ഒരാൾ ആ ഉപ്പയുടെ കൂടെ കച്ചവടം നടത്തി ഭയങ്കരമായ സ്വത്തുണ്ടാക്കി ആ സ്ഥാപനത്തോടൊപ്പം വളർന്നു, ഉപ്പയുടെ ബിസിനസ്സും വളർത്തി, അയാൾ കോടീശ്വരനാണ്. രണ്ടാമത്തെ മകൻ ഇതുപോലെ തന്നെ ഉപ്പ പഠിപ്പിച്ചു വലിയ ആളാക്കി ഡോക്ടറായി. മൂന്നാമത്തെ മകൻ 10ാം ക്ലാസ് തോറ്റ് നിൽപ്പുണ്ട്. സ്വത്ത് വീതം വെക്കുമ്പോൾ നിയമം പറയുന്നത് എന്താ? മറ്റേ മകനൊക്കെ അത്രയും ഉണ്ടായി, രണ്ടാമത്തെ മകനെ പഠിപ്പിച്ചതുകൊണ്ട് അവന് കൊടുക്കണ്ട, അവർക്ക് രണ്ടുപേർക്കും കൊടുക്കണ്ട, ഇവനെല്ലാം കൊടുക്കാമെന്നൊരു നിയമത്തിന് പറയാനൊക്കില്ല. മക്കളെ മക്കളായി ട്രീറ്റ് ചെയ്യാനൊക്കുള്ളൂ. പക്ഷേ ആ ബാക്കി രണ്ടുപേരുമാണ് തീരുമാനിക്കേണ്ടത്. അവിടെയും ദീനുണ്ട്. എന്ത്? എൻ്റെ സഹോദരൻ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രാപ്തിയായില്ല, അതുകൊണ്ട് അവന് കുറച്ച് കൂടുതൽ കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുന്നിടത്താണ് വിശ്വാസമുള്ളത്, ദീനുള്ളത്, മതമുള്ളത്. അതിനാണ് പുണ്യം കിട്ടുന്നത്. അതുകൊണ്ട് ആ ആംഗിളിൽ വേണം ഇതിനെ കാണാനും പരിഹരിക്കാനും. ഏതായാലും ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇതിൽ നിർത്താം, എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി പറയാം. അതായത് ഈ വിഷയം ഇതിൽ ഇടപെടാൻ ഇദ്ദേഹം തയ്യാറാണെന്നാണ് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഞാനും പറയാം. നൂർ അബ്ദുലിന് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വേണേൽ ഞാൻ സംഘടിപ്പിച്ച് തരാം. വിളിക്കുക, സംസാരിക്കുക, എന്നിട്ട് ഇത് കൂടുതൽ ചർച്ചാ വിഷയമാക്കുക. വിശ്വാസികളുടെ ഇടയിൽ ഇത് ചർച്ചയാവണം. നമ്മൾ പറയുന്ന ആംഗിൾ അത് വേറെ, പക്ഷേ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സ്പേസ് ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ ഇവർ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം തന്നെയാണ് ഞാൻ പറയുക. പറ്റുമെങ്കിൽ നേരിട്ട് സംസാരിച്ച് ആ മഹലിൽ ഇത് സംസാരിക്കാനുള്ളൊരു വഴിയുണ്ടാക്കി ഇദ്ദേഹത്തിന് അത് വെച്ചു കൊടുക്കുക, ഇദ്ദേഹത്തിന് അതിന് ചുമതലപ്പെടുത്തുക. അതാണ് വേണ്ടത്. കാരണം ഇത് വേറെ ആരും ഇടപെടാൻ പോകുന്നില്ല. പിന്നെ ഇതിൽ പറഞ്ഞല്ലോ വൈകാരികമായിട്ട് നോക്കുക, അങ്ങനെ പല ഇതൊന്നും അല്ലല്ലോ. ഇങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തിയാണ് സ്വത്തവകാശം നിർണ്ണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഖുറാനിൽ ഇത് എഴുതി വെക്കേണ്ട ആവശ്യമുള്ളത്? ശരിയുടെ ആവശ്യം എന്തുള്ളത്? ആളുകൾക്ക് തോന്നി അങ്ങ് ചെയ്താൽ പോരെ. കാരണം ഈ ലോകത്തുള്ള ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ സ്വത്തവകാശത്തിലെ നിയമം. അവിടെ എവിടെയും ആളുകൾ നടുറോട്ടി വന്ന് പൂജ നടത്തുന്ന അവസ്ഥയോ കൊന്ത വരയ്ക്കുന്ന അവസ്ഥയോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് ഇസ്ലാമിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം ഇസ്ലാമിലെ നിയമത്തിനൊരു പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യണം. ഇനി ഇതിൻ്റെ അർത്ഥം മറ്റുള്ളതിലുണ്ടായിരുന്നില്ല എന്നല്ല, അതിലുണ്ടായിരുന്നു. അവർ ഫൈറ്റ് ചെയ്തു, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ, അവരത് പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു, പരിഹരിക്കപ്പെട്ടു. ഹിന്ദു സമുദായത്തിലുണ്ടായിരുന്നു, അത് ഹിന്ദു കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് 1950s ഇവിടെ വന്നു. ഇന്ന് നമ്മൾ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിൽക്കുമ്പോൾ അവിടെ പറയേണ്ടി വരുന്നത് ഇത് പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള സംഗതികൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലേക്ക് വരാം. ഏതായാലും ഈ ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇസ്ലാമിലെ നിയമം അതൊരു നിയമമാണ് എന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ മറ്റു വശം കടന്നു വന്നുകൊണ്ട് അതിനകത്ത് ഒരു മാനവിക വിരുദ്ധത, സ്നേഹമില്ലായ്മ, ദയയില്ലായ്മ, ക്രൂരനാണെന്ന് തോന്നുക, ഇതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഈ നിയമത്തിൻ്റെ പ്രശ്നം. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ വിവേചനം വ്യക്തമായിട്ട് വരുന്നു. അതും കൂടി കടന്നു വരുന്നത് കാണാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പറയാൻ പറ്റുന്നു. എന്നിട്ട് ഇസ്ലാമിലെ നിയമം നടപ്പിലാക്കുന്നതിന് പകരം മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്താൽ ഇത് ഇങ്ങനെ വികൃതമാകാത്ത രൂപത്തിൽ ഇത് നിങ്ങൾക്ക് നടത്താമല്ലോ, അത് അള്ളാഹു നിരോധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഈ നിയമം ഒരു പൊട്ടിപ്പൊളിഞ്ഞ സാധനമാണ്. ഇത് അപ്ലൈ ചെയ്താൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് ഫീൽ ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് പിങ്ക് പറഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം പറയാം. ഇദ്ദേഹത്തിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ, അതായത് ഇദ്ദേഹം പറഞ്ഞ ആ ബ്രദേഴ്സിന്റെ എക്സാമ്പിൾ ഉണ്ടല്ലോ, അപ്പം അത് ആക്ച്വലി അതാണ് നീതി. നമ്മൾ എപ്പോഴും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും നോക്കാതെ നമ്മൾ ഈക്വൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക, ഓക്കെ, ആ ഈക്വൽ കൊടുത്തതിന് ശേഷം ആരെങ്കിലും കൂടുതൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യത്താൽ കൊടുക്കാം. പക്ഷെ ഫസ്റ്റ് തന്നെ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഈക്വൽ ആയിട്ടാണ്. അപ്പം ഈ നൂറിന്റെ കേസാണെങ്കിലും ഈ നിസ്കരിച്ച സ്ത്രീന്റെ കേസാണെങ്കിലും അവിടെ ആക്ച്വലി വരുന്നത് ജെൻഡർ ഇൻജസ്റ്റിസ് ആണ്. കാരണം അതിന്റെ ആ പേജ് 7 പോയാൽ അത് ക്ലിയർ ആയിട്ട് കാണാം. അതിൽ എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്? കാരണം അതിൽ വരുന്നത് നൂറിന്റെ സഹോദരി, അത് കുട്ടികളുടെ ഉമ്മ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവര് ആ ചെയിന്ന് കട്ടായി പോവാണ്. സ്ത്രീ അതില് ഇദ്ദേഹം പറഞ്ഞ വൈകാരികതയും ആ ഇതൊന്നും അല്ല അതിൽ വരുന്നത്. സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ അവകാശം നിഷേധിക്കപ്പെടുന്നത്. അത് മാത്രമല്ല, പല പല കേസുകളുണ്ടല്ലോ. നമ്മളൊരു ഫാദർ, ഒരു മദർ, ഒരു ആണും ഒരു പെണ്ണും ഉണ്ടെങ്കിൽ സൺ ഗെറ്റ്സ് ഡബിൾ അതെ, ഈ എക്സാമ്പിൾ സൺ ഗെറ്റ്സ് ഡബിൾ, ഡോട്ടറിനെ കാട്ടി ഡബിൾ ആണ് കിട്ടുന്നത്. ഇതിലെന്ത് വൈകാരികതയാണുള്ളത്? ഇതിന്റെ ഒക്കെ കോർ റീസൺ എന്ന് പറയുന്നത് മറ്റേ 4:34 അല്ലേ, സ്ത്രീകൾക്ക്
സ്ത്രീകളുടെ എപ്പോഴും ഗാർഡിയൻസ് പുരുഷന്മാരായിരിക്കും എന്ന് ആ പുസ്തകത്തിലുണ്ട്. ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് നീതിയായിട്ട് തോന്നാം. കാരണം സ്ത്രീക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല, അതുകൊണ്ട് പുരുഷന് കൂടുതൽ കൊടുത്തിട്ട് പുരുഷൻ സ്ത്രീനെ നോക്കും. ബ്രദർ സിസ്റ്റർ വരുമ്പോഴും സിസ്റ്ററിന് ഹാഫാണ് കിട്ടുന്നത് സിബ്ലിങ്സിൽ വരുമ്പോൾ. അപ്പം അന്നത്തെ ആ ഒരു ചിന്താഗതി കൊണ്ട് ഉള്ള നിയമങ്ങളാണ് ഇന്ന്. അപ്പൊ ഞാൻ ഒരു സിമ്പിൾ ചോദ്യം, എന്റെ ഒരു പൊട്ടബുദ്ധിയിലെ ചോദ്യമാണ്. അപ്പൊ ഈ മുഹമ്മദിനെ അറിയായിരുന്നില്ലേ ഒരു 18-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് സ്ത്രീകളും ജോലി ചെയ്യാൻ തുടങ്ങും, സ്ത്രീകളും കാര്യപ്രാപ്തി ഉണ്ടാവും, അവരും ഇൻഡിപെൻഡന്റ് ആവും. അപ്പൊ അങ്ങനെ എഴുതിക്കൂടെ 18-ാം നൂറ്റാണ്ട് വരെ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, കുറച്ചു കാലം കഴിഞ്ഞാൽ സ്ത്രീകൾ തൊഴിൽ രംഗത്തേക്ക് വരും, അപ്പൊ നിങ്ങൾ അവർക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കുക എന്ന് എഴുതിക്കൂടെ? എന്നിട്ട് ഓക്കെ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് അതൊക്കെ വിടുക. ചില പുരുഷന്മാര് കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അവർ കുടുംബം നോക്കാത്ത എത്ര പുരുഷന്മാരുണ്ട്. എന്നാലും നിങ്ങൾ പുരുഷൻ തന്നെയാണ് കൂടുതൽ കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. ഇദ്ദേഹം പറഞ്ഞല്ലോ 3 മക്കളുണ്ട്, ഒരാൾ കോടീശ്വരൻ, വേറൊരാള് 10ാം ക്ലാസ് തോറ്റ് വീട്ടിലിരിക്കുന്നു. അപ്പൊ വൈകാരികമായിട്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത് പുള്ളി? അയാൾക്ക് വേണ്ടി കൂടുതൽ സഹായം ചെയ്യണം, അതല്ലേ ഇദ്ദേഹം പറഞ്ഞത്? ഒന്നുകൂടി കേട്ടോ. അവിടെയും ദീനുണ്ട്. 3ാമത്തെ മകൻ 10ാം ക്ലാസ് തോറ്റ് നിപ്പുണ്ട്. സ്വത്ത് വീതം വെക്കുമ്പോൾ നിയമം പറയുന്നത് എന്താ? മറ്റേ മകനൊക്കെ അത്രേ ഉണ്ടായി, 2ാമത്തെ മകനെ പഠിപ്പിച്ചതുകൊണ്ട് അവന് കൊടുക്കണ്ട, അവർക്ക് 2 പേർക്കും കൊടുക്കണ്ട, ഇവനെല്ലാം കൊടുക്കാമെന്നൊരു നിയമത്തിന് പറയാനൊക്കില്ല. മക്കളായി ട്രീറ്റ് ചെയ്യാനൊക്കുള്ളൂ. പക്ഷേ ആ ബാക്കി 2 പേരുമാണ് തീരുമാനിക്കേണ്ടത്. അവിടെയും ദീനുണ്ട്. എൻ്റെ സഹോദരൻ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രാപ്തിയായില്ല, അതുകൊണ്ട് അവന് കുറച്ച് കൂടുതൽ കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുന്നിടത്താണ് വിശ്വാസമുള്ളത്, ദീനുള്ളത്, മതമുള്ളത്. അതിനാണ് പുണ്യം കിട്ടുന്നത്. അതുകൊണ്ട് ആ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നമ്മളൊന്ന് എടുക്കാം. അതായത് ഇസ്ലാമിലെ നിയമപ്രകാരം ഇപ്പോൾ ഒരു മകള് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം ഒരു വീട്ടിൽ. അപ്പോൾ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മകളുണ്ട്. വാപ്പ മരിക്കുന്ന സമയത്ത് ആ കുടുംബം പിന്നെ നോക്കേണ്ട ബാധ്യത ആ പെണ്ണിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇസ്ലാമിലെ നിയമപ്രകാരം ആ പെണ്ണിന് മുഴുവൻ സ്വത്തും കിട്ടില്ല, അതിലൊരു ഭാഗം മാത്രമേ കിട്ടുള്ളൂ. അതിന് ക്യാപ്പുണ്ട്. മെയിൽ റിലേറ്റീവ്സിലേക്ക് പോകും, അതിലേക്കാണ് പോവുക. അപ്പോൾ നമ്മളിവിടെ പറയാണ് കുടുംബം നോക്കുന്നത് ഈ പെണ്ണ, ഈ വീട്ടില് ഒറ്റയ്ക്കൊരു മാതാവുണ്ട്, ആ പെണ്ണിന് ചിലപ്പോൾ കുടുംബം ഉണ്ടാവും, അവർക്ക് മക്കളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയാണ് ഈ കുടുംബം മുഴുവൻ നോക്കുന്നത് ഈ പെണ്ണല്ലേ, നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ, മൊത്തം സ്വത്ത് അവരെടുത്തോട്ടെ, ഈ പറയുന്ന വൈകാരികതയുടെ പേരിൽ അത് ഇവർ ചെയ്യൂ? ചെയ്യില്ല. അവിടെ അവകാശം പറയും, ഇസ്ലാമിലെ നിയമം അത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി നിൽക്കും. അത് തട്ടിയെടുക്കാനുള്ള ആളുകൾ ക്യൂ ആയിരിക്കും. ഇതാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കുക. ഇനി ആ പാലിച്ചാൽ അത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുമ്പോൾ വൈകാരികമായിട്ട് അതിനെ പാലിക്കണം, അതിന് മറ്റു വഴികൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു വെക്കേണ്ട ഒരു ഗതികേട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ സ്വത്തവകാശം എന്ന സാധനത്തിന്റെ പാളീസായ അവസ്ഥ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന്റെ കൂടെ ഞാൻ വേറെ ഒന്നും കൂടി ആഡ് ചെയ്യാം. നമ്മൾ ഹൈപ്പോത്തറ്റിക്കലി എടുക്കാം. വളരെ പണ്ടുണ്ടാക്കിയ നിയമമാണ്, പുരുഷന്മാരായിരുന്നു ഈ ആരിഫിന്റെ ഈ എക്സാമ്പിളിൽ സ്ത്രീനെ നോക്കേണ്ടത് മെയിൽ റിലേറ്റീവ്സ് ആയിരുന്നു എന്ന് വെക്കാം. ഞാൻ ചോദിക്കട്ടെ, മെയിൽ റിലേറ്റീവ്സ് ഈ സ്ത്രീനെ അവരുടെ കുടുംബത്തെ നോക്കിയില്ല, ഈ സ്ത്രീക്ക് പോയിട്ട് അതിനെതിരെ പരാതിപ്പെടാനുള്ള പ്രൊവിഷൻ ശരിയാലുണ്ടോ? ജോലി എടുക്കാനല്ല, എനിക്ക് എന്റെ സ്വത്തൊക്കെ ഇവർക്ക് കൊടുത്ത് എന്നിട്ട് ഇവരെന്നെ നോക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ പെർഫെക്റ്റ് നിയമം അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ക്ലോസ് എങ്കിലും നിങ്ങൾ വെക്കേണ്ടതായിരുന്നില്ലേ? ജസ്റ്റ് ഫോർ അവരുടെ ഔദാര്യമായിട്ടാണ് വരിക. ഔദാര്യാണ് അതന്നെ, അല്ലാതെ അവരുടെ കടമാന്ന് പോലും പറയുന്നില്ല. അവർക്ക് പറ്റുമെങ്കിൽ അവരെ നോക്കൂ, ഇല്ലെങ്കിൽ അവരെ നോക്കൂല, നോക്കിയില്ലെങ്കിൽ നിങ്ങളെ പാടായി, അല്ലേ? ഈ ഉദാഹരണം ഇവിടെ സ്ക്രീനിൽ കാണുന്നത്, ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിലെന്ന് പറഞ്ഞാല് ഇതില് ഭാര്യ മരിച്ചു, ഹസ്ബൻഡ് സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഭാര്യന്റെ കയ്യിൽ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഹാഫ് കിട്ടും. പക്ഷെ ഈ സെയിം ഇത് നിങ്ങൾ ബാസിലിന്റെ ഫ്ലിപ്പ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ വിഡോ ആകുമ്പോഴത്തേക്ക് അത് 1/4 ഉള്ളൂ. ഓക്കെ, അത് എപ്പോഴും ഹസ്ബൻഡ് എപ്പോഴും ഡബിൾ ആണ് കിട്ടുന്നത്. മെയിൽ ആണോ ഡബിൾ ആണ് കിട്ടുന്നത്? അത് സിബ്ലിങ്സ് ആവട്ടെ, ഹസ്ബൻഡ് വൈഫ്, എല്ലാ കേസിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡബിൾ ആണ് കിട്ടുന്നത്. ഇനി ഈ സാധനം ഇതെന്ന് പറയുന്നത് ഇതേതായിരുന്നു കേസ്? ഈ കേസിൽ ഇത് ആരിഫ് നേരത്തെ പറഞ്ഞ ഇത് നേരത്തെ ആരിഫ് പറഞ്ഞ കേസ് ഡോട്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡോട്ടേഴ്സിന് എത്ര പോയാലും ആ ഒരു ക്യാപ്പ് വരെ ഉള്ളൂ കിട്ടുക. 12,000 ഇതാണ്, ഇത്ര ആണെങ്കിൽ
അത്രയുള്ളവർക്ക് കിട്ടുക. ബാക്കി എന്ന് പറയുന്നത് റെസിഡുവൽ മെയിൽ റിലേറ്റീവ്സിലേക്ക് ബൈ ഡിഫോൾട്ട് അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഇനി ഇതില്ലാന്നൊന്നും പറയണ്ട കേട്ടോ, അത് 4/11 വേണേ വായിച്ചു നോക്കാം. ഇനി ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇനി ആൾക്കാർ അത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, എന്നാ പിന്നെ ഞാൻ എന്റെ കുടുംബക്കാരെ സ്വത്തൊക്കെ എടുത്തോണ്ട് പോവാന്ന് അതാവോ ഇനിയിപ്പോ ലൈവിന്റെ അവസാനം. ചിലവർക്ക് ഇതൊന്നും അറിയില്ല, അറിയാത്തത് കൊണ്ട് പാവം ചില പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന കേസൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ല അത് ഈ പറഞ്ഞ മാതിരി വൈകാരികമായിട്ട് അത് ഡീൽ ചെയ്യുന്നോണ്ടാണ്. വൈകാരികമായിട്ട് അങ്ങനെയും പറയാം. ഇതെന്താണ്? ഇത് നമ്മുടെ ഈ കേസ്, അതായത് ഒരു ഫാമിലി എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഫാമിലി സ്വത്ത് ഉണ്ടായിരുന്നു. വിഡോന്റെ ഷെയർ നോക്കൂ 1/8. ഇവിടെ ജെൻഡർ ജസ്റ്റിസ് മൾട്ടിപ്പിൾ ലെവൽസിൽ വരുന്നുണ്ട്. വിഡോന് ആകെ കിട്ടുന്നത് 1/8, ബാക്കിയോടെ പോയി ബാക്കി മെയിൽ റിലേറ്റീവ്സ് എടുത്തോണ്ട് പോയി. ഓക്കെ, എന്നിട്ട് ആ 1/8 എന്നിട്ട് പിന്നെ അവർക്ക് സണ്ണ് ഡോട്ടർ ഉണ്ടെങ്കിൽ സണ്ണിന് 2 പാർട്സും ഡോട്ടറിന് 1 പാർട്ടും. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ മൊത്തത്തില് ഈ സണ്ണിനാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ആ വിഡോ ആ ഹസ്ബൻഡിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച് അവരുടെ ഏറ്റവും അടുപ്പുള്ള ആൾ ആരാണ്? അവരുടെ വിഡോ അല്ലേ. അവർക്ക് കിട്ടുന്നത് 1/8 മാത്രം. എന്നിട്ട് അവർക്ക് സണ്ണുള്ളതുകൊണ്ട് എന്താണ് അത്രയും കിട്ടുന്നത്. ഡോട്ടർ ആണെങ്കിൽ അതിലും കുറവേ കിട്ടുള്ളൂ, കൂടുതൽ മെയിൽ റിലേറ്റീവ്സിലേക്ക് പോവാണ് ചെയ്യുന്നത്. സോ ഇതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്, ബ്ലഡ് ലൈൻ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് കണ്ണ് പൊടിയിടാന്. മെയിൽ ബ്ലഡ് ലൈൻ അത്രേ ഉള്ളൂ. ബ്ലഡ് ലൈൻ ആണെങ്കിലും ഡോട്ടറിന് സെയിം കിട്ടണ്ടേ. അപ്പൊ ഇത് മൊത്തം കണ്ണുപൊടി ഇടലാണ് അദ്ദേഹം ചെയ്തത്. ഇതില് സ്ത്രീ പുരുഷ വിവേചനം. ഈ കേസ് ഇതാണ് നൂറിന്റെ കേസും പാലക്കാട് നിസ്കരിച്ച സ്ത്രീന്റെ കേസും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത് അവിടെ കട്ടാവാണ്. കാരണം അത് ഡോട്ടർ ഇൻ ലോ ആണ്. ഡോട്ടർ ഇൻ ലോയ്ക്ക് ഒരു അവകാശവും ഇല്ല മദർ ഇൻ ലോന്റെ സ്വത്തിന്റെ മേലെ. ഫുൾ സീറോ ആണ്, സീറോ. ഡോട്ടർ ഇൻ ലോക്കും അവകാശമില്ല. അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് പേജിൽ വരുന്നുണ്ട്. അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്കും അവകാശമില്ല. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ ജെൻഡർ ഇൻജസ്റ്റിസിലും മേലെ ഗ്രാൻഡ് ചിൽഡ്രന് ആൺകുട്ടികളാണെങ്കിൽ പോലും കിട്ടൂല. ഏതോ അങ്കിളൊക്കെ ഉണ്ടാവും എന്നോ ഒക്കെ കണ്ട അവർക്കാണ് പോവാ. അപ്പോ ഇതിനകത്ത് ബ്ലഡ് ലൈൻ എവിടെ പോയി? ഗ്രാൻഡ് ചിൽഡ്രൻ ബ്ലഡ് റിലേഷൻ അല്ലേ? അതാണ് ഈ ഗ്രാൻഡ് ചിൽഡ്രൻ. നല്ല ക്വസ്റ്റ്യൻ. ഗ്രാൻഡ് ചിൽഡ്രൻ ബ്ലഡ് ലൈൻ ആണ്, പക്ഷെ അതിന്റെ ഇടക്ക് മദർ വന്നില്ലേ, അപ്പൊ പോയി, അത് പോയി. അപ്പൊ ബ്ലഡ് ലൈൻ അതൊക്കെ കട്ടായി. ആളെ കഥയിൽ ചോദ്യമില്ല. അപ്പൊ നമ്മളെ പാലക്കാട് താത്തയും നൂർ അബ്ദുലും അനിൽ മുഹമ്മദ് അറിയാൻ വേണ്ടിയിട്ട് പറയണം, ഇതാണ് ഇസ്ലാമിലെ നിയമം, അതാണ് നിങ്ങളുടെ പ്രശ്നത്തിന്റെ കാരണം. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ വൈകാരികമായിട്ട് ഇതിനെ ഡീൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുക, ആസ് എക്സ് മുസ്ലിംസ്, ആസ് ഏത്തീസ് ഒക്കെ നമ്മൾ ചോദിക്കുന്നത്, പിന്നെ എന്തിനാണ് ദൈവം? ഇത് നിങ്ങൾക്ക് തന്നെ പരിഹരിക്കണം, നിങ്ങൾ തന്നെ ഇത് എന്തെങ്കിലും വഴി കൂടെ നന്മ കാണിച്ച് നിങ്ങൾ പരസ്പരം പരിഹരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സാധനം എഴുതി വെച്ചത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ഈ എഴുതി വെച്ചതിന് സാധനത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ അബ്ദുള്ള ബാസിലൂടെ വന്നിട്ടുണ്ട്. ഈ അള്ളാഹുവിന് കണക്കറിയില്ല എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ കേട്ടോ. നമുക്ക് അബ്ദുള്ള ബാസിൽ +2 പഠിക്കും മറ്റുള്ളത്. അബ്ദുള്ള ബാസിൽ ഇത് പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന സ്ഥലമുണ്ട്. പിടിച്ചോ. അല്ല, ചെറുപ്പത്തിൽ തന്നെ എന്തൊരു കോൺഫിഡൻസ് ബാസിലെ. അന്നേ എനിക്കറിയായിരുന്നു ഇപ്പം വലിയ നിലയിലെത്തും. അതെ. അപ്പോൾ ഇതാണ് സാധനം. അള്ളാഹുവിന് വരെ കണക്ക് പഴച്ചിട്ടുണ്ട്. ഇത് കയ്യിൽ നിന്ന് പോയ സാധനമാണ്. അപ്പോൾ എന്താണ് ഖുറാനിൽ ഈ പറയുന്നതെന്നുള്ളത്, ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോഴ്സ് എല്ലാം ഖുറാൻ തന്നെയാണ്. അതിനകത്ത് സ്ലൈഡിൽ അതിൻ്റെ ടോപ്പ് കോർണറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഏത് ആയത്ത് പ്രകാരമാണെന്നുള്ളത്. നിങ്ങൾക്ക് പോയി വായിക്കാം. ഓക്കെ, ഇതേ സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന അവസ്ഥകളും ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളിലുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം, ഒരുപാടുണ്ട്. ഭർത്താവും ഉപ്പയും ഉമ്മയും 2 പെൺമക്കളും ബാക്കിയാകുന്ന കേസ് എടുക്കുക. അവിടെ ഭർത്താവിന് 1/4 ആണ്, ഉപ്പക്ക് 1/6 ആണ്, ഉമ്മക്ക് 1/6 ആണ്. 2 പെൺമക്കൾക്ക് 2/6 വീതം ആണ് 2 പെൺമക്കൾക്കും കിട്ടുക. ഇതാണ് ഇസ്ലാമിലെ കണക്കിന്റെ അവസ്ഥ. ഇത് കൂട്ടി കഴിയുമ്പം ഒരു ഹോൾ നമ്പർ വരുന്നില്ല. ഇതാണ് ഇതിന്റെ അവസ്ഥ. എന്നിട്ട് ഇത് ഒപ്പിക്കാൻ വേണ്ടി വേറെ നാട്ടുകാർ പിരിവിടണം, എന്നിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ. ഇങ്ങനെ ഒരു കണക്ക് എഴുതി വെക്കുന്ന അള്ളാഹു. ഇതാണ് ഈ ചെറുപ്പത്തിലൊരു കണക്കുണ്ടായിരുന്നെ.
ചെറുപ്പത്തിലൊരു കഥ അല്ലായിരുന്നോ, അതായത് ഒരാൾക്ക് ഇത്ര ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ വീതം വെക്കും. അപ്പൊ ഒക്കൂല, അപ്പം അതിന്റെ കണക്കിന് അവസാനം നിങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് 2 ഒട്ടകം കൂടി എടുത്തോണ്ട് വരിക, അപ്പൊ ഈവൺ നമ്പർ ആവും, എന്നിട്ട് വീതം വെക്കും. അങ്ങനെ എന്തോ ഒരു കള്ളക്കണക്കൊക്കെ ഉണ്ട് ഇതിൽ അവസാനം. അതെ, ഭയങ്കര. അപ്പൊ ഇതാണ് നമ്മളുടെ ഇസ്ലാമിലെ ഈ സ്വത്തവകാശം എന്ന് പറയുന്ന സാധനം. ഇനി ഇതാണ് ഒറ്റ കാര്യം കൂടി നിയമം. പറയാം, യാ ഒറ്റ കാര്യം കൂടി പറയാം. ബാസിലിനെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാം. ബാസിലൻ ടീംസ് എന്താ പറഞ്ഞേ? ബാസിലൻ ടീംസ് സ്വത്തവകാശം ഓക്കെ, അതൊക്കെ കറക്റ്റ്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സ്ത്രീകൾ ജോലിയും ചെയ്യാൻ പാടില്ല എന്ന്. അതും കൂടി അവര് പറയുന്നുണ്ട്. ഇല്ല, വി ആർ ട്രാപ്ഡ്, പൈസ സ്വത്തും കിട്ടുന്നില്ല, പണിയെടുക്കാൻ ബ്ലഡി ട്രാപ്ഡ് അല്ലേ പെണ്ണുങ്ങള്. യെസ്. ഇനി ഞാൻ ഒരു ചെറിയൊരു ഭാഗം വായിക്കാം, കുറച്ച് പോയിന്റ്സ്. ഇത് ഇസ്ലാമിലെ സ്വത്തവകാശം സംബന്ധിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം ഒരു സമഗ്ര പഠനം, പരിഷ്കരിച്ച 2ാം പതിപ്പ്, AK അബ്ദുൽ അലി മൗലവി. നമ്മളുടെ സ്വതന്ത്ര ഇന്ത്യക്കാരായിട്ടുള്ള എക്സ് മുസ്ലിം ആയിട്ടുള്ള ആളാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടോളൂ, ഇതാണ് പുസ്തകം. ഓക്കെ, ഇതിൻ്റെ 45ാമത്തെ പേജിൽ ഒരു ഹോൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്, എന്താണ് ഈ സാധനം എന്നുള്ളത്. ഇത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. ഫുൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്താണ് ടേബിൾ ഓഫ് കോണ്ടൻറ്റ് വായിക്കുകയാണെങ്കിൽ ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മുസ്ലിം പിന്തുടർച്ചാവകാശത്തിലെ നിയമം, ആകെ അവകാശികൾ, നിശ്ചിത ഓഹരികളും അതിൻ്റെ അവകാശികളും, ശിഷ്ടാവകാശികൾ, ഓഹരികളിലെ സ്ത്രീ പുരുഷ വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ, അതാണ് നമ്മൾ വായിക്കാൻ പോണത്. മരിച്ച ആൾക്ക് മക്കളുണ്ടായിരിക്കെ അയാളുടെ സഹോദരി സഹോദരന്മാർക്കും മറ്റും പിന്തുടർച്ചാവകാശം കൊടുക്കുന്നത് ഒഴിവാക്കണം. മരിച്ച വ്യക്തിക്ക് മക്കളുണ്ടായിരിക്കെ അയാളുടെ പിതാവിന് നിശ്ചിത ഓഹരിയിൽ അധികം നൽകരുത്. മുമ്പേ മരിച്ച മക്കളുടെ അവകാശികൾക്ക് അവകാശം വേണം. നിർദ്ദിഷ്ട ഒസ്യത്ത് ബില്ലിൻ്റെ ന്യൂനതകൾ, മക്കളെ മുഖ്യ അവകാശികളാക്കി അംഗീകരിക്കണം. ചിലർക്ക് നിശ്ചിത ഓഹരികൾ, ചിലർക്ക് ശിഷ്ടാവകാശം എന്ന രീതിയിലുള്ള ഓഹരിക്രമം കൊണ്ടുണ്ടായ പ്രശ്നം. ശിഷ്ടാവകാശം പ്രമാണങ്ങളില്ലാത്തത്, ശിഷ്ടാവകാശത്തിൻ്റെ പ്രമാണം, മൗലവി ചേകന്നൂരിൻ്റെ വിശകലനം, ശിഷ്ടാവകാശ രീതിയും ഖലീഫ ഉമറിൻ്റെ തിരുത്തും, അങ്ങനെ പോവാണ്. ഭാഗിക്കാൻ കഴിയാത്ത ഓഹരികൾ, തെറ്റായ ഓഹരിക്രമങ്ങളും ന്യായീകരണങ്ങളും, കൊടുത്താൽ തീരാത്ത ഓഹരിക്രമം, സ്വത്ത് ഭാഗിക്കുന്ന രീതികൾ, ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതിൽ ഒരു ഭാഗം, ഇതിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഓഹരികളിലെ സ്ത്രീ പുരുഷ വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. ഇത് നമുക്കൊന്ന് വായിക്കാം, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു 10-20 പോയിന്റ്, 34 പോയിന്റ്സ് ഉണ്ട്, ഓടിച്ച് നമുക്ക് വായിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഓഡിയൻസിലേക്ക് കിടക്കാം, അല്ലേ? എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ വായിക്കണേ മുന്നേ? ഒരു ചങ്ങായി, ഓക്കെ, ഭയങ്കര വെറുപ്പിക്കല്, എയർ ഗെയിമിംഗ് 24, എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി എന്താണ് ഫെമിനിച്ചിന്റെ അഭിപ്രായം എന്ന്. എപ്സ്റ്റീൻ ഒരു തെണ്ടിയാണ്, ഏകദേശം നമ്മുടെ മുഹമ്മദ് നബി ആയിട്ട് വളരെയധികം സാമ്യമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. അതാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, എപ്സ്റ്റീൻ മുഹമ്മദ് നബി ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇസ്ലാമുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരുന്നു ആളുടെ ഐലൻഡിനകത്ത്. പീസ് മാത്രമല്ല, അതിനകത്ത് ചില സ്ട്രക്ചറൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സെൻട്രൽ പീസായിട്ട് ആൾ വെച്ചിരിക്കുന്നത്, അത് കഅബയുടെ മാതൃകയിലാണ് പുള്ളി പണിത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇസ്ലാമിനെ വലിയ മികച്ച മതമായിട്ടാണ് പുള്ളി കണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ആ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ പ്രൊഫറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. മുഹമ്മദ് നബീനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ മുഹമ്മദ് നബിയുടെ വലിയൊരു ആരാധകൻ. അപ്പൊ എപ്സ്റ്റീൻ ഫയൽസ് അതിന്റെ ആ ലിസ്റ്റിൽ പേര് എവിടെയെങ്കിലും വരുന്നതോടുകൂടി ആകെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആ പേര് വന്ന കൂട്ടത്തിൽ മുഹമ്മദ് നബിയുടെ പേരുണ്ട്. ഓക്കെ, അതെ. അപ്പോൾ നമുക്കിത് വായിക്കാം. ഓഹരികളിലെ സ്ത്രീ പുരുഷ വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ. 1. മകനും മകളും ഉണ്ടായാൽ മകൻ്റെ പകുതി മകൾക്ക്. ഓക്കെ, അതിവിടെ നമ്മൾ പറഞ്ഞു. മകൻ്റെ മകനും മകൻ്റെ മകളും അവകാശികളായാൽ മകൻ്റെ പകുതി മകൻ്റെ മകൾക്ക്. ഓക്കെ, പെണ്ണിനെപ്പോഴും ആണിൻ്റെ പകുതി. 3. ആൺമക്കളുടെ മക്കളും പെൺമക്കളുടെ മക്കളും ഉണ്ടായാൽ ആൺമക്കളുടെ മക്കൾക്ക് മാത്രം അവകാശം, പെൺമക്കളുടെ മക്കൾക്ക് ഒന്നുമില്ല. 4. ഭാര്യ മരിച്ചാൽ മക്കളില്ലാത്ത അവസ്ഥയിൽ ഭർത്താവിന് പകുതി, ഭർത്താവ് മരിച്ചാൽ മക്കളില്ലാത്ത അവസ്ഥയിൽ ഭാര്യയ്ക്ക് 4/1. ഭാര്യ മരിച്ചാൽ മക്കളുള്ള അവസ്ഥയിൽ ഭർത്താവിന് 4/1, ഭർത്താവ് മരിച്ചാൽ മക്കളുള്ള അവസ്ഥയിൽ ഭാര്യയ്ക്ക് 8/1. മാതാവും പിതാവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പലതിലും ഒരു മകളും മാതാപിതാക്കളും ഉണ്ടാകുന്നത് ഉദാഹരണം. പിതാവിൻ്റെ പകുതി മാതാവിന്. സഹോദരനും സഹോദരിയും ഉണ്ടായാൽ സഹോദരൻ്റെ പകുതി സഹോദരിക്ക്. മകനും സഹോദരി സഹോദരന്മാരുമുണ്ടെങ്കിൽ മകനു മാത്രം അവകാശം, സഹോദരി സഹോദരങ്ങൾക്ക് അവകാശമില്ല.
മകളും സഹോദരി സഹോദരന്മാരുമുണ്ടെങ്കിൽ മകൾക്ക് പകുതി, സഹോദരി സഹോദരന്മാർക്കും പകുതി. മകനും മകൻ്റെ മകനും ഉണ്ടായാൽ സ്വത്ത് മകന് മാത്രം. മകളും മകൻ്റെ മകനും ഉണ്ടായാൽ മകൾക്ക് പകുതി, മകൻ്റെ മകന് പകുതി. മകളും മകൻ്റെ മകളും ഉണ്ടായാൽ മകൾക്ക് പകുതി, മകൻ്റെ മകൾക്ക് 1/6. മകനും പിതാവും ഉണ്ടായാൽ മകന് 5/6 ഭാഗം, പിതാവിന് 1/6 ഭാഗം. മകൻ്റെ മകനും പിതാവുമായാലും ഓഹരിക്രമം ഇത് തന്നെ. ഇനി മകളും പിതാവും ഉണ്ടായാൽ മകൾക്ക് പകുതി, പിതാവിന് പകുതി. മകൻ്റെ മകളും പിതാവുമായാലും ഓഹരിക്രമം ഇത് തന്നെ. ഇതൊക്കെ ആ സ്ത്രീ പുരുഷൻ ആ വ്യത്യാസം. 1-ലധികം പെൺമക്കളും മകൻ്റെ മകനും ഉണ്ടായാൽ പെൺമക്കൾക്ക് 3/2, മകൻ്റെ മകന് 3/1. മകളുടെ മക്കളും പിതാവും ഉണ്ടായാൽ പിതാവിന് മാത്രം അവകാശം, മകളുടെ മക്കൾക്ക് ഒന്നുമില്ല. 1-ലധികം പെൺമക്കളും മകൻ്റെ മകളും ഉണ്ടായാൽ മകൻ്റെ മകൾക്ക് അവകാശമില്ല. പെൺമക്കൾക്ക് 3/2, ബാക്കി ഇതര അവകാശികൾക്ക്, ഉദാഹരണം മാതാപിതാക്കൾ. പൂർണ്ണ സഹോദരന് മുഴുവൻ സ്വത്തിനും അവകാശം, പൂർണ്ണ സഹോദരിക്ക് പകുതി മാത്രം അവകാശം. പിതൃവഴി സഹോദരന് മുഴുവൻ സ്വത്തിനും അവകാശം, പിതൃവഴി സഹോദരിക്ക് പകുതി സ്വത്തിന് അവകാശം. മാതൃവഴി സഹോദരന് മാതൃവഴി സഹോദരിക്ക് 1/6 അവകാശം. കാരണം മാതൃവഴി ആയതുകൊണ്ട്. അത് ആണായപ്പോലും അവകാശം പകുതി. പൂർണ്ണ സഹോദരൻ ഒരാളായാലും മുഴുവൻ സ്വത്ത്, പൂർണ്ണ സഹോദരി 2 അതിലധികമോ ആയാലും 3/2. പിതൃവഴി സഹോദരൻ ഒരാളായാലും മുഴുവൻ സ്വത്ത്, പിതൃവഴി സഹോദരി 2 അതിലോ അധികമായാലും 3/2. മാതൃവഴി സഹോദരി സഹോദരന്മാർ 1-ലധികം പേരെങ്കിൽ 3/1. അവർക്കിടയിൽ ആൺപെൺ വ്യത്യാസമില്ല. പക്ഷേ ഓഹരിയിൽ പിതാവിലൊത്തവരുമായി വ്യത്യാസമുണ്ട്. പിതാവുണ്ടായാൽ സഹോദരി സഹോദരന്മാർക്ക് അവകാശമില്ല, മാതാവുണ്ടായാൽ സഹോദരി സഹോദരന്മാർക്ക് അവകാശമുണ്ട്. സഹോദരൻ്റെ മകന് അവകാശമുണ്ട്, സഹോദരൻ്റെ മകൾക്ക് അവകാശമില്ല. സഹോദരിയുടെ മകനും മകൾക്കും അവകാശമില്ല. പിതാവിൻ്റെ സഹോദരന് അവകാശമുണ്ട്, പിതാവിൻ്റെ സഹോദരിക്ക് അവകാശമില്ല. മാതാവിൻ്റെ സഹോദരനും സഹോദരിക്കും അവകാശമില്ല. മകൻ്റെ മകൻ ഒരാളായാലും മുഴുവൻ സ്വത്തിന് അവകാശം, മകൻ്റെ മകൾ 2 അതിലധികമോ ആയാലും 3/2 മാത്രം അവകാശം. മകളുണ്ടായാൽ പൂർണ്ണമോ പിതാവിലൊത്തതോ ആയ സഹോദരി സഹോദരന്മാർക്ക് അവകാശമുണ്ട്, മാതാവിലൊത്ത സഹോദരി സഹോദരന്മാർക്ക് അവകാശമില്ല. പിതാവിൻ്റെ പിതാവുണ്ടായാൽ പൂർണ്ണമോ പിതാവിലോ ഒത്തതോ ആയ സഹോദരി സഹോദരന്മാർക്ക് അവകാശമുണ്ട്, മാതാവിലൊത്ത സഹോദരി സഹോദരന്മാർക്ക് അവകാശമില്ല. കാരണം മാതാവായതുകൊണ്ട്. പിതാവിൻ്റെ മാതാവിനും പിതാവിൻ്റെ പിതാവിനും അവകാശമുണ്ട്, മാതാവിൻ്റെ പിതാവിന് അവകാശമില്ല. സന്താനങ്ങൾ ആണായാലും പെണ്ണായാലും മാതാവിന് 1/6. സന്താനങ്ങൾ 2 പെൺമക്കളായാൽ പിതാവിന് മാതാവിൻ്റെ ഇരട്ടി, 1 മകളായാൽ 2 ഇരട്ടി. പിതാവിൻ്റെ വിഹിതം പിതാവില്ലെങ്കിൽ പിതാവിൻ്റെ പിതാവിന് മാത്രം. മാതാവിൻ്റെ വിവാഹം മാതാവില്ലെങ്കിൽ 2 ഭാഗമാക്കി മാതാവിൻ്റെ മാതാവിനും പിതാവിൻ്റെ മാതാവിനും തുല്യമായി. പൂർണ്ണ പിതാവിലൊത്ത സഹോദരൻ, പൂർണ്ണ പിതാവിലൊത്ത സഹോദരൻ്റെ മകൻ, പിതാവിൻ്റെ പൂർണ്ണ പിതാവിലൊത്ത സഹോദരൻ, പിതാവിൻ്റെ പൂർണ്ണ പിതാവിലൊത്ത സഹോദരൻ്റെ മകൻ എന്നിവരിൽ ഒരാളും മകളുടെ മക്കളും ആണുണ്ടാകുന്നതെങ്കിൽ ആൺമക്കളായാൽ പോലും മകളുടെ മക്കൾക്ക് അവകാശമില്ല. ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക, നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇത് ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതായത് മക്കളില്ലാത്ത ദമ്പതികളുടെ ഓഹരിക്രമത്തിൽ മാറ്റം വരുത്തണം. അതുപോലെ എന്താണ് ഓക്കെ, ഇതിലൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇത് വായിച്ചു കഴിഞ്ഞാൽ പിടികിട്ടും. ഇതിൽ ഓരോ ചാപ്റ്റർ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കാം. മറ്റേത് കാണുകയാണെങ്കിൽ നമുക്കത് പറഞ്ഞുതരാം. ഇതാണ് സ്വത്തവകാശം സംബന്ധിച്ച് ഇസ്ലാമിലെ ആ പൊട്ട നിയമം എന്ന് പറയുന്നത്. ഇതൊന്നും വായിക്കേണ്ട. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും പകുതി കൊടുത്തിട്ട് ഒഴിവാക്കുക. അതാണ് സിമ്പിൾ. അത്രേ ഉള്ളൂ. സിമ്പിളൊന്നും ആലോചിക്കണ്ട. അതൊന്നും ആലോചിക്കണ്ട. അതെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.